ഹലോ, എല്ലാവർക്കും നമസ്കാരം. ജോ ലൈഫിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. സൗദിയിലെ റിയാദിലെ ഏറ്റവും ഭംഗിയുള്ള ഒരു റെയിൽവേ സ്റ്റേഷനുണ്ട്. പോകുന്ന വഴിയിലെ ഗിർനാദ അല്ലെങ്കിൽ ഗ്രാനഡ എന്ന് പറയുന്ന മെട്രോ സ്റ്റേഷനാണിത്. ഈ സൈക്കിളിൽ ബാർകോഡ് വെച്ചിട്ടുണ്ടാവും. അത് സ്കാൻ ചെയ്ത് ഓൺലൈനിൽ 30 റിയാൽ പേയ്മെൻറ്റ് ചെയ്യണം. 30 മിനിറ്റത്തേക്ക് നമുക്കത് മാക്സിമം ഉപയോഗിക്കാൻ പറ്റും. ഇത് നമുക്ക് പബ്ലിക്കിന് വേണ്ടി ഉപയോഗിക്കാൻ വെച്ചേക്കുന്ന സൈക്കിളാണ്. മെട്രോ സ്റ്റേഷനിൽ നമ്മുടെ കയ്യിലുള്ള ഡെബിറ്റ് കാർഡ് സ്കാൻ ചെയ്താൽ മതി. ഗേറ്റ് ഓപ്പൺ ആവും. ഓട്ടോമാറ്റിക്കലി കാശും ഡിഡക്റ്റ് ആവും. ബാച്ചിലേഴ്സിന് പോകാനായിട്ട് സിംഗിൾ കമ്പാർട്ട്മെൻറ്റും ഫാമിലിക്ക് സെപ്പറേറ്റ് ഫാമിലി കമ്പാർട്ട്മെൻറ്റും ഉണ്ട്. കാഫ്റ്റ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി മറ്റൊരു ട്രെയിനിൽ നമുക്ക് വീണ്ടും പോകണം. പർപ്പിൾ കളർ ട്രെയിനാണിത്. അപ്പോൾ ഇത് പർപ്പിൾ ലൈൻ ഓടുന്ന ട്രെയിനാണ്. റിയാദ് മെട്രോ സ്റ്റേഷനിൽ ഏകദേശം 7 ലൈൻ ഓപ്പൺ ആയിട്ടുണ്ട്. അതായത് 7 കളർ കോഡുകളുള്ള ട്രെയിനുകളുണ്ടാവും. ഓരോ കളർ കോഡ് ട്രെയിനുകൾക്കും പ്രത്യേകം ഡെസ്റ്റിനേഷനുകളും ഉണ്ട്. യെല്ലോ കളർ ട്രെയിൻ. അപ്പോൾ ഇത് യെല്ലോ ലൈൻ സർവീസ് നടത്തുന്ന ട്രെയിനാണ്. അങ്ങനെ കാഫ്റ്റ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഞാൻ മറ്റൊരു ട്രെയിൻ കയറി. റിയാദിലെ പ്രവാസികൾക്ക് ഏറ്റവും സുപരിചിതമായിട്ടുള്ള സ്ഥലമാണ് അൽ ബത്ത, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ബത്ത. അപ്പോൾ ബത്തയിലോട്ട് പോകുന്ന ട്രെയിനും കൂടിയാണിത്. കാഫ്റ്റ് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് മൊത്തം തുരങ്കപ്പാതയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ കസീർ അൽ ഹുക്കും എന്നറിയപ്പെടുന്ന സ്റ്റേഷൻ. ഇതിൻ്റെ നൈറ്റ് വ്യൂ അതിമനോഹരമാണ് കേട്ടോ. ബസ്സിൽ വരുവാണെങ്കിൽ ഏറ്റവും ടോപ്പിലെ എൻട്രൻസ് ഗേറ്റാണ് ഇവിടെ. ഇറങ്ങേണ്ട സ്റ്റേഷൻ മെട്രോ സ്റ്റേഷൻ അദ്ദാർ അൽ ബൈദയാണ്. ബ്ലൂ ആൻഡ് ഓറഞ്ച് സർവീസാണ് ഈ മെട്രോ സ്റ്റേഷനിൽ നിന്നും ഉള്ളത്. ഒരു എയർപോർട്ടിനെ വെല്ലുന്ന രീതിയിലുള്ള സ്ട്രക്ചറാണ് ഈ മെട്രോ സ്റ്റേഷന്. റിയാദിലെ പ്രധാനപ്പെട്ട 4 ഐക്കോണിക് മെട്രോ സ്റ്റേഷനുകളിൽ ഒന്നാണ് ഈ മെട്രോ സ്റ്റേഷൻ. (19,600 ചതുരശ്ര മീറ്ററാണ് ഇതിനുള്ളത്. ഈ സ്റ്റേഷനിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ തൊട്ടടുത്ത് തന്നെ ചരിത്ര പ്രാധാന്യമുള്ള കോട്ടകൾ ഉണ്ട്. ചന്ദ്രൻ്റെ പല സ്റ്റേജിലായിട്ടുള്ള 3D ആർക്കിടെക്ചർ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിനുള്ളിലാണ് ഈ മെട്രോ സ്റ്റേഷൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയുള്ളത്. നമുക്ക് അങ്ങോട്ട് പോകാനായിട്ട് ഏറ്റവും താഴത്തെ ഫ്ലോറിൽ ചെല്ലണം.
ഈ സ്റ്റേഷൻ്റെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് സ്നോഹറ്റയാണ്. ഇവിടെ നമ്മളിങ്ങനെ താഴോട്ടുള്ള ലിഫ്റ്റിൽ വീണ്ടും ചെല്ലണം. അവിടെയാണ് നമ്മുടെ പൂന്തോട്ടമുള്ളത്. ഈ ഗ്ലാസ് ബിൽഡിങ്ങിൻ്റെ അകത്താണ് പൂന്തോട്ടം. അതിന് നമുക്ക് വീണ്ടും ഒന്നുകൂടെ താഴത്തെ ലിഫ്റ്റിലോട്ട് ചെല്ലണം. ട്രെയിൻ പോകുന്നുണ്ടോ? ഇത് അണ്ടർഗ്രൗണ്ടാണ് കേട്ടോ. ഒരു റെയിൽവേ സ്റ്റേഷനുള്ളിൽ ഗാർഡൻ. യാത്രക്കാർക്ക് അവരുടെ ട്രെയിനായി കാത്തിരിക്കുമ്പോൾ തണലുള്ളതും പച്ചപ്പ് നിറഞ്ഞതുമായ സ്ഥലത്ത് കാത്തിരിക്കാൻ ഇത് ഏറെ പ്രയോജനപ്പെടുന്നു. സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ മേലാപ്പാണിത്. ഒരു പെരിസ്കോപ്പ് പോലെ പ്രതിഫലിക്കുന്ന ഈ സ്ട്രക്ചർ സ്റ്റേഷൻ ലെവലുകൾ ദൃശ്യപരമായി ബന്ധിപ്പിച്ചിരിക്കുകയാണ്. ഇവിടെ പൈപ്പ് കണക്ഷൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുവഴിയാണ് ചെടിക്ക് ആവശ്യമായിട്ടുള്ള വാട്ടർ സപ്ലൈ ചെയ്യുന്നത്. ആന്തോറിയം ചെടികളും മറ്റ് ഒരുപാട് ചെടികളും ഇവിടെ ഉണ്ട് കേട്ടോ. എല്ലാം ഒറിജിനലാണ്. ആ സ്റ്റെപ്പ് കയറി ഇങ്ങനെ മേളിലോട്ട് വന്നു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പുണ്ട്. അതുവഴിയെല്ലാം ഇങ്ങനെ മേളിൽ കയറിയിട്ട് നമുക്കിങ്ങനെ ഈ പൂന്തോട്ടം കാണാൻ പറ്റും. 3 സ്റ്റെപ്പായിട്ടാണ് ഇത് വെച്ചേക്കുന്നത്. ഒന്ന് സൂക്ഷിച്ച് നോക്കിയാൽ നമ്മുടെ റിഫ്ലക്ഷനും മുകളിൽ കാണാൻ പറ്റും. അത് കണ്ടോ, മുകളിലെ റിഫ്ലക്ഷൻ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ശരിക്കും രാത്രി വരുവാണെങ്കിൽ ചിലപ്പോൾ ഇതിൻ്റെ ആംബിയൻസ് വേറെ ആയിരിക്കും. പക്ഷേ മുകളിലത്തെ ആ റിഫ്ലക്ഷൻ നമുക്ക് അത്ര അധികം നന്നായിട്ട് കാണാൻ പറ്റില്ല കേട്ടോ. ആ കണ്ണാടി പോലെ ഇരിക്കുന്ന ആ സ്റ്റെയിൻലെസ് സ്റ്റീലിന് ചുറ്റും 3 ഓപ്പണിംഗ് ആയിട്ട് വെച്ചിട്ടുണ്ട്. അതുവഴിയാണ്
സൂര്യപ്രകാശം തട്ടി നാച്ചുറൽ ലൈറ്റും പകലിൽ കിട്ടുന്നത്. ഇവിടെ അധികം പൂക്കൾ കാണാൻ കഴിയില്ല, പക്ഷേ പച്ചപ്പ് നിറഞ്ഞ ചെടികൾ നമുക്ക് ഒത്തിരി കാണാൻ പറ്റും. (2015) നിർമ്മാണം ആരംഭിച്ച ഈ മെട്രോ സ്റ്റേഷൻ 2016 ആയപ്പോഴേക്കും ഏകദേശം 60% ഖനനം കഴിഞ്ഞിരുന്നു. റിയാദ് സിറ്റിയിലെ തിരക്കുകൾ ഒഴിഞ്ഞ് നമുക്ക് ഫാമിലിയായിട്ട് വന്ന് ഒന്ന് റിലാക്സ് ആകാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ മെട്രോ സ്റ്റേഷൻ. അപ്പോൾ മെട്രോ സ്റ്റേഷൻ്റെ വിശേഷങ്ങൾ അവസാനിക്കുകയാണ്. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ദിസ് ഈസ് വൈൻഡ് അപ്പ് ജോ ലൈഫ്. ബൈ ബൈ.